പുന്നയൂർ കടവ്. ഒന്ന് വഴിവിട്ടെ, ഒരാള് മുന്നോട്ട് വെക്കോട്ടെ. ഒന്ന് മാറിയേ. ഇത് എങ്ങോട്ടാണ് ചേട്ടാ? എങ്ങോട്ടാണെന്ന് ഇപ്പൊ പറയാനിയാ. എനിക്കും ഒരു പുന്നയൂർ കടവ്. ഹലോ എടുക്കട്ടെ. ഹലോ എടുക്കട്ടെ. തന്നോടല്ല, ഇവിടെ പറഞ്ഞതാ. കൊള്ളാലോ. ഹലോ ഹലോ, എവിടെ പോവാ? പുന്നയൂർ കടവ്, അശോകേട്ടന്റെ വീട്ടിലേക്ക്. ഇവിടെ ഇരിക്കണോ? ചേച്ചി, കുട്ടിയൊന്ന് മടിയിലെടുത്താമോ? ഇവിടെ സ്ഥലമുണ്ട്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഓക്കെ, വരികയല്ലേ? താങ്ക് യു, വെരി വെരി താങ്ക് യു. ഹലോ, എങ്ങോട്ടാ? പുന്നൂർ കടവിലേക്ക്. ആരെ കാണാനാന്ന്? എന്തായാലും തന്നെ കാണാനല്ല. ചൂടാവല്ല ഇഷ്ട. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചല്ലേ. തന്നെ ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ തന്നോട് ചോദിച്ചോ താൻ ആരാണെന്ന്? ചോദിക്കണ എന്തിനാ? അല്ലാതെ തന്നെ ഞാൻ പറയില്ലേ. എന്റെ പേര് നീലാംബരൻ. പുന്നൂർ കടവിലെ അശോകേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല. എന്നാ ഞാൻ പറയാം. ഈ അശോകേട്ടന്റെ വീട്ടിലെ കംപ്ലീറ്റ് ബുക്കിംഗും എന്റെ അമ്മായിയാണ്. ബുക്കിംഗ്? പാചകം. ഓ, കുക്കിംഗ്. അതന്നെ. അമ്മായിക്ക് ഇപ്പൊ സുഖമില്ലാതായേ. പകരം ബുക്കിങ്ങിന് പോണത് അമ്മായിയുടെ മോ. എന്തെങ്കിലും ആവട്ടെ. അമ്മായിയുടെ മോളാ മല്ലിക. ഞാൻ കെട്ടാൻ പോണ പെണ്ണാ, മോറപ്പെണ്ണ്. ഈ പെൺവിഷയ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ ഒന്നോട് ജോലിക്ക് നിർത്താൻ പറ്റില്ലെന്ന് എല്ലാവരും പറയണത്. അതുകൊണ്ട് ടൗണിലെ ബുക്കിംഗ് പണി ഞാൻ വിട്ടു. അശോകേട്ടന്റെ വീട്ടിൽ ജോലിക്ക് പോവുക, മല്ലിയൊക്കെ ഒരു കൂട്ടായിട്ട്. ഞാനും അശോകേട്ടന്റെ വീട്ടിലേക്ക്. ജോലിക്കാ? അവിടെ എന്ത് ജോലി? ബോഡിഗാർഡ്. ബോഡിഗാർഡ്. ബോഡിഗാർഡാ? അശോകേട്ടന്റെ അംഗരക്ഷകൻ. അശോകേട്ടന്റെ ബോഡിഗാർഡോ? അതെ, വാര്യർ സാർ പറഞ്ഞു വിട്ടതാ. അദ്ദേഹത്തിന്റെ കത്ത്. ദൈവമേ, അപ്പൊ നമ്മുടെ അശോകന്റെ ജീവന് ഭീഷണിയുണ്ട? പിന്നല്ലാണ്ട് വാര്യർ സാർ വെറുതെ ബോഡിഗാർഡിനായിരിക്കും. അറിഞ്ഞോ, പുന്നൂർ കടവിലെ അശോകന്റെ ജീവന് ഭീഷണി. അദ്ദേഹത്തിന്റെ ബോഡിഗാർഡ് വണ്ടിയിൽ ഇരിപ്പുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും വേണം? ഒരു സർവത്ത് മേടിപ്പിക്കട്ടെ? ഏയ്, എനിക്കൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയൊന്ന് ഇരുന്നാ മതി. പറഞ്ഞത് കേട്ടില്ലേ? കണ്ടവര് പോയി ഇരിക്ക്. വട്ടം വളഞ്ഞ് കൂടി നിന്ന് ശ്വാസം മുട്ടിക്കല്ലേ. ഒരു ബോഡിഗാർഡ് ആണെങ്കിലും മനുഷ്യനല്ലേ ഇത്? ഞാനിവിടെ ഇരിക്കുന്നോണ്ട് കംഫർട്ടബിൾ ഒന്നും ഇല്ലല്ലോ. അല്ല, ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചതാ. ആദ്യം ഞാൻ സെയ്ദിക്കാനെ വിളിച്ച് വിവരം അറിയിക്കട്ടെ. ഹലോ സെയ്ദുക്ക, ഇത് ഞാനാ നീലാംബരൻ. നമ്മുടെ അശോകേട്ടന്റെ ജീവന് ബോംബ് ഭീഷണി. സത്യമാണ് സെയ്ദുക്ക. ന്യൂസ് വാര്യർ സാറിനാ കിട്ടിയത്. ഉടനെ വാര്യർ സാർ അശോകേട്ടന് വേണ്ടി ബോഡിഗാർഡിനെ എടുത്തിട്ടുണ്ട്. ആളിപ്പോ വണ്ടിയിലുണ്ടെന്നേ. ഇനി പ്രശ്നമില്ല, അവിടെ ബാക്കി എല്ലാം സെയ്ദുക്ക് നോക്കിക്കോളും. എവിടെ ബഹളം ഉണ്ടാക്കല ചെയ്തു? ആളിറങ്ങി വരുന്നുണ്ട്. ആരും വെറുതെ കളക്ഷൻ ഉണ്ടാക്കരുത്. ബോഡിഗാർഡ് വലതുകാലം വെച്ച് ഇറങ്ങി വാ. എല്ലാം കയ്യിൽ നിന്ന് പോകുമല്ലോ ഈ തെണ്ടിക്കാരന്. ഇറങ്ങി വാ, ധൈര്യമായിട്ട് വാ. ഇതാണ് നമ്മുടെ അശോകേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ബോഡിഗാർഡ്. ഓക്കെ, നിങ്ങൾ ആരും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വന്നിരിക്കുന്നത് ഒന്നും പറയണ്ട. അതൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം. അശോകേട്ടന്റെ വീട്ടിൽ വരെ വിവരം അറിയിച്ചു കഴിഞ്ഞ്. ബോംബിന്റെ കാര്യവും പറഞ്ഞ പിന്നല്ലാണ്ട് സൈദിക്കോട് പറഞ്ഞ ഇതാണ് ഗുണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എങ്ങോട്ട്? അശോകേട്ടനെ കണ്ട് ചാർജ് എടുക്കണ്ടേ? അതിന് എല്ലാരും കൂടി എന്തിനാ? പിന്നെ തനിച്ചു പോയാ ചാർജ് എടുക്കണ? അത് പറ്റൂല. ആദ്യമായിട്ടാ ഞങ്ങളുടെ നാട്ടിലൊരു ബോഡിഗാർഡ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് ബോഡിഗാർഡിനെ കൊണ്ട് അശോകേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ. അയ്യോ, അശോകേട്ടന്റെ ബോഡിഗാർഡ് വരുന്നൊന്നും പറഞ്ഞ നേരാ. എല്ലാരും കൂടി ആനിച്ചോണ്ട് വരുന്നുണ്ട്. വന്നേ വാ.
എന്താ എവിടെയാ വേഗം വാ ബോഡിഗാർഡിങ് എത്തി കാണുന്നുണ്ടെങ്കിൽ വേഗം വാ വാ എവിടെ എവിടെ ഏതാ ബ്ലൂ ജീൻസും ബ്രൗൺ ടീഷർട്ടും ഇട്ട് വരുന്നത് കണ്ടൂടെ വിശക്കുന്നുണ്ടാ ബോഡിഗാർഡ് നിന്നെ കടിച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ അയ്യേ ഇതെന്ത് ബോഡിഗാർഡ് കണ്ട തോന്നണില്ലല്ലേ ഇത് അശോകന്റെ ഗാർമെന്റ് ഫാക്ടറിയാ കുഞ്ഞൂർക്കടവിലെ കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളേരും ഇവിടുത്തെ ജോലിക്കാരാ ബോഡിഗാർഡ് ഇങ്ങോട്ട് നോക്കുന്നു വിശക്കണണ്ട ഇതൊരു കഷ്ടമല്ലേ ഈശ്വര. മതി മതി വന്നേ വന്ന് ജോലി നോക്കി ഇതാണ് ഈ വീടിന്റെ ഗേറ്റ് ഇത് തുറന്നാലേ അകത്ത് കയറാൻ പറ്റൂ അല്ല ഇവരൊക്കെ മറന്നുപോയാ ഇവരൊക്കെ അവിടെ മുതലേ നമ്മുടെ കൂടെ ഉള്ളവരല്ലേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവരെല്ലാവരും കൊണ്ട് അകത്തേക്ക് അതാണ് അശോകേട്ടന്റെ ഭാര്യ രാധാമണി ചേച്ചി ഒപ്പമുള്ള കാർക്കോടകനാണ് കാര്യസ്ഥൻ മേനു പിന്നാലെ വരുന്നതിന്റെ മുറപ്പെട്ട് മല്ലിക നേരി കാണുന്ന പോലെയല്ല നല്ല ബ്യൂട്ടിഫുള്ളാ സലാട്ടിട്ട മേനോൻ ചേട്ടാ നമസ്കാരം മണി ചേച്ചി ഇതാണ് നമ്മൾ അശോകേട്ടനും വേണ്ടി വന്നിരിക്കുന്ന ബോഡി ഗാർഡ് നമസ്കാരം. അശോകേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്താ ചെയ്യാ അല്ല അശോകേട്ടൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ പോയി കണ്ടു എവിടെ ദുബായിലോ എടോ ആള് നാളെ വൈകിട്ടെത്തും അതുകൊണ്ട് താൻ പോയിട്ട് 2 ദിവസം കഴിച്ചിട്ട് വാ 2 ദിവസോ അയ്യോ എനിക്കങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല അല്ലെങ്കിലും തിരിച്ചു പോകാൻ ഗവൺമെന്റ് സമ്മതിക്കണ്ടേ ഇവനാ നീലമരനല്ലേ നിന്നോട് ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ നിനക്കെന്താടാ പണി ഏയ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നതാ ഉടനെ ഞാൻ സേതുക്കാനെ വിളിച്ച് ന്യൂസ് കൊടുക്കും ഓ അപ്പൊ നീ ബസ്സേന്നേ പണി തുടങ്ങി അതുകൊണ്ടെന്താ എമ്മാതിരി വെടിക്കെട്ടായിരുന്നു ബസ് സ്റ്റാൻഡില് ഇവനുണ്ടെങ്കിൽ പിന്നെ വേറെന്തിന് വെടിക്കട്ടെ ആ ബോഡിഗാർഡേ പേര് ജയകൃഷ്ണൻ മേനോൻ മേനോൻ അല്ല, ബാലകൃഷ്ണ മേനോൻ ഇവിടുത്തെ കാര്യസ്ഥന ആ രാധാമണിയമ്മേ അശോകേട്ടൻ വരുന്നവരെ ഈ ബോഡിഗാർഡിനെ നമുക്ക് കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചാലോ അതിനാ പെണ്ണ് സമ്മതിക്കോ അവളല്ലേ ഇപ്പൊ അവിടുത്തെ സൂപ്പർവൈസർ ആരെ അമ്മുവിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം സാധ്യമല്ലെന്ന് പറഞ്ഞാൽ സാധ്യമല്ല ബോഡിഗാർഡിനെ ബ്ലാക്ക് ആക്ഷനൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കും ഈ ഗസ്റ്റ് ഹൗസിൽ പറ്റില്ല ആ നമുക്കിങ്ങനെ പലയിടത്തും കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ അമ്മു ഇത് ഗവൺമെന്റ് വിട്ടിരിക്കുന്ന ആളല്ലേ അതൊന്നും എനിക്കറിയണ്ട ഇവിടെ മുഴുവൻ പെൺകുട്ടികളാ അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പിന്നെ ഇയാളെ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നത് എന്നെ നോക്കാമെന്ന വിവരം അറിയും അങ്ങനെ ആർക്കും വളയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ കണ്ടോ 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 ഇപ്പഴും ഇയാൾ വളയ്ക്കുന്ന കാര്യ പറയുന്നത് ഇയാളാണ് ശരിയല്ല പുറത്ത് പുറത്തു പോകാൻ അധികാരമുള്ള ബോഡിഗാർഡേ എന്താ ഈ കാണിക്കണത് പുറത്തുനിന്ന് വന്നൊരാളോട് കാണിക്കേണ്ട മര്യാദയാണോ ഇത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ആ ബോഡിഗാർഡ് അകത്തേക്ക് പൊക്കോ ഞാൻ ജയകൃഷ്ണൻ. എല്ലാം ശരിയാക്കാം ഇതൊക്കെ ഞാൻ പറഞ്ഞ് തീർത്തോളാം ആ കൊള്ളാം ഈ അശോകേട്ടന്റെ ബോഡി ഗാർഡ് ആവുന്നതിൽ ഒരു അന്തസ്സുണ്ട് ഗോപികമാരുടെ നടുവിലെ കൃഷ്ണൻ വെരി ഡേഞ്ചറസ് വെറുതെ അല്ല ആ പെണ്ണിന് ഇത്ര അഹങ്കാരം തൊടാനും തോളത്ത് കൈയിടാനൊക്കെ നിന്നുകൊടുത്ത ആളെ വശത്താക്കിയിരിക്കാ പെണ്ണ് താൻ എന്താണ് പറഞ്ഞേ ഞാൻ വശത്താക്കി വെച്ചിരിക്കാനോ ആണെങ്കിൽ തനിക്കെന്താണോ ചേതം എന്താ ഛേദം പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ ഈ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കൽ മാത്രമല്ല പണി അശോകേട്ടന്റെ പേര് ചീത്തയാവാണ്ട് നോക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വം അതിന് പേര് ചീത്തയാൻ ആര് പറഞ്ഞു പിന്നെ ചുമ്മാതാണ് ആളുകൾ അതൊക്കെ പറയുന്നത് ആളുകൾ എന്ത് പറയുന്നു വേറെന്ത് ഭയങ്കര ലേഡീസ് വീക്ക്നെസ് ഉള്ള ആളെ ഈ അശോകേട്ടൻ പുറത്ത് പറയുന്നത് ഇതല്ലേ ആളുകൾ കാണുന്നത് പിന്നെ എങ്ങനെ പറയാതിരിക്കും ശത്രുക്കളായ ആണുങ്ങളിൽ നിന്നല്ല മിത്രങ്ങളായ പെണ്ണുങ്ങളിൽ നിന്നാണ് അശോകേട്ടൻ ആദ്യം രക്ഷിക്കേണ്ടത് അതുകൊണ്ട് മേലിൽ അശോകന്റെ മുമ്പിൽ ചെന്ന് കൊഞ്ചാനോ കൊഴിയാനോ താനെന്നല്ല ഒരു പെണ്ണിനെയും ഈ ബോഡി ഗാർഡ് അനുവദിക്കുന്നല്ല അച്ഛനെ പോലുള്ള ഒരാള് എന്റെ തോളത്തൊന്ന് കൈവച്ചതിനാണോ ഈ അനാവശ്യമൊക്കെ പറയുന്നത് കുട്ടിക്ക് അച്ഛനെ പോലെ ആയിരിക്കാം ചിലപ്പോ അശോകേട്ടൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം